ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹൽവയുടെ അതേ ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് ചേരുവകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് 3 ചേരുവ മാത്രം മതി. അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും, ഒരുപാട് ഡാർക്കായി പോകരുത്. നമ്മളിത് കൈ വെച്ചിട്ട് എടുക്കുമ്പം ഇതേപോലെ പൊട്ടിക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പാകം. ആ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാലേ ഇത് ചൂടുകൊണ്ട് കരിഞ്ഞു പോവും. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ശർക്കര പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പൊടിച്ച ശർക്കരയാണെങ്കിൽ ഏകദേശം 1.25 കപ്പ് വേണ്ടി വരും. നമ്മൾ അവലെടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെ ഇതും കൂടി എടുക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായി ഉരുകി വന്നതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടെ തന്നെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച അവിൽ ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. അത് മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. തീരെ തരിയൊന്നും പാടില്ല. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഞാനിപ്പം ഇവിടെ ഇതേപോലത്തെ വലിയൊരു പാത്രം എടുത്ത് അതിനകത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഈ 3 ചേരുവകളാണ് മെയിനായിട്ട് നമ്മൾക്ക് വേണ്ടത്. ബാക്കി ഇടുന്നതെല്ലാം ഓപ്ഷണലാണ്. ഇപ്പം മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഒരു തേങ്ങ ചിരവിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് അവലിന് 3 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും കൂടെ നമ്മൾക്ക് വേണ്ടി വരും. തേങ്ങാപ്പാൽ നമ്മൾ 1-ാം പാലും 2-ാം പാലും ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നമ്മൾക്ക് ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം 1-ാം പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2-ാം പാലും കൂടെ എടുക്കാൻ പോവാണ്. അപ്പം വീണ്ടും 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം എടുത്ത 1-ാം പാലിനകത്തോട്ട് തന്നെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടെ തേങ്ങാപ്പാൽ എടുക്കണം. അതായത് 3-ാം പാലും കൂടെ എടുക്കുന്നുണ്ട്. അതിനായിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 3-ാം പാലും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിച്ചു വെച്ച തേങ്ങാപ്പാലിനകത്തോട്ട് തന്നെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 3-ാം പാലും കൂടെ എടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇതേപോലെ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ അവിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്കിത് മിക്സിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അവിൽ പൊടിച്ചത് കാണുമ്പോൾ നമ്മൾക്കിത് വളരെ കുറവായിട്ട് തോന്നും. എന്നാൽ ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല പോലെ ഇത് ക്വാണ്ടിറ്റി കൂടും. അവിൽ നല്ലപോലെ കുതിർന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് 3 കപ്പ് തേങ്ങാപ്പാലും പിന്നീട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഇപ്പം കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ല. നമ്മളിത് മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ എല്ലാ കട്ടകളും പോയി കിട്ടും. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു ട്രിപ്പിൽ ഇത് അടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് നമ്മൾക്ക് അടിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ഇത് ഭയങ്കര തിക്കായിട്ട് വരും. നമ്മൾ ഹൽവ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഒഴിക്കാനുള്ള പാത്രം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഏത് പാനിലാണോ ഹൽവ തയ്യാറാക്കുന്നത് അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മിക്സിയിൽ 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കുന്നവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവണം. 300 ഗ്രാം ശർക്കര എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. അപ്പം മധുരം കുറച്ചും കൂടെ കുറവ് മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കുറവ് എടുക്കാം. അല്ല നന്നായിട്ട് മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ 300 ഗ്രാം തന്നെ എടുക്കാം. അവിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഭയങ്കര തിക്കായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നത്. ഇപ്പം ശർക്കര നീരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ആയിട്ടുണ്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വയ്ക്കാം. അപ്പം കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല.
അതല്ല തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇത് വേണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്, അതുകൊണ്ട് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഇതിവിടെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കൈവിടാതെ ഇളക്കുന്നില്ല, ഇടയ്ക്ക് മാത്രമാണ് ഇപ്പം ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം ഇതിവിടെ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് നെയ്യൊന്നും തീരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. തേങ്ങാപ്പാലിൻ്റെ എണ്ണ തന്നെ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം റെഡി ആയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇത് സ്പൂണിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പാകത്തിൽ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ളൊക്കെ വെതറി കൊടുക്കാം. ഞാനിപ്പം ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. അതായത് നെയ്യ് തേച്ചതിന് ശേഷം കുറച്ച് എള്ള് വേണമെങ്കിൽ വെതറി കൊടുക്കാം. അപ്പം കാണാൻ ഒരു ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മൾ സ്പൂണിൽ നെയ്യ് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ലെവലാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് 3-4 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. സ്പൂണിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പം ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് അതിനകത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും, തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവറോ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. കത്തിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. അവലും ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയും കൂടിയാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നത് കൊണ്ട് പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ ശരിക്കും മലിഞ്ഞു പോവും, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് അവലെടുത്ത് ഉണ്ടാക്കാം. ബാക്കി ചേരുവകളും കൂടെ അതുപോലെ കൂട്ടിയെടുക്കുക. 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ വേണ്ടിവരും. ശർക്കരയും കുറച്ചുകൂടെ വേണ്ടിവരും. 1.25 കപ്പ് എടുത്തതിന് പകരം 2.5 കപ്പ് വേണ്ടിവരും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചേരുവകളൊന്നും ഇതിനകത്തില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്